ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളൊരു കാറ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാർ ഡ്രൈവിങ്ങിൽ നമുക്ക് ക്ലച്ചും ആക്സിലറേഷനും ഒരുപോലെ ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കേണ്ട ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്. പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് പലർക്കും തന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് തുടക്കക്കാർക്ക് കഴിയാതെ വരാറുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ചും ആക്സിലറേഷനും പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? വാഹനം നിന്നു പോകുന്ന സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരാറുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് ക്ലച്ചും ആക്സിലറേഷനും ഒരുപോലെ ബാലൻസ് ചെയ്യേണ്ട ഡ്രൈവിങ്ങിലെ സിറ്റുവേഷൻ ഏതൊക്കെയാണ്, ഈ സിറ്റുവേഷനിൽ എങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യണമെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാർ ഡ്രൈവിംഗിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ വളരെയധികം പ്രയാസമുള്ള ഡ്രൈവിംഗിൽ ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് ക്ലച്ചും ആക്സിലറേഷനും ഒരുപോലെ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ എത്ര ടൈം നമ്മൾ ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്ത് വരണം, അതിനുശേഷം നമ്മൾ എപ്പോഴാണ് ക്ലച്ച് എന്ന് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ക്ലച്ചും ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കുണ്ട്. കാരണം നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന പല സാഹചര്യങ്ങളിൽ നമ്മൾ വണ്ടി സ്ലോ ചെയ്യേണ്ട പല സിറ്റുവേഷനിലും നമുക്ക് ഡ്രൈവിങ്ങിൽ ക്ലച്ചും ആക്സിലറേഷനും തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ഞാനത് ഓരോന്നും നിങ്ങളെ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക, ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോല് ഞാൻ ഓൺ ചെയ്യുകയാണ്. ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ആദ്യമായിട്ട് നമ്മൾ ക്ലച്ചും ആക്സിലറേഷനും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വണ്ടി മുന്നോട്ടെടുക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ എത്ര സമയം ക്ലച്ച് ബാലൻസ് ചെയ്യണം, അതിനോടൊപ്പം എത്ര സമയം ആക്സിലറേഷൻ കൊടുക്കണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എൻ്റെ വാഹനം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുകയാണ്. നിരപ്പായിട്ടുള്ള ഒരു പ്രതലമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. അതായത് ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ റിലീസ് ചെയ്ത് വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന ആ ആദ്യത്തെ പോയിന്റ്. ഇപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് അനങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ പതിയെ ക്ലച്ച് താഴോട്ട് താഴ്ത്തി ആ കറക്റ്റായിട്ടുള്ള ഒരു ബാലൻസ് ചെയ്യേണ്ട പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. ഈ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്ര ആക്സിലറേഷൻ കൊടുത്തെന്ന് കരുതിയാലും നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങില്ല. കാരണം എന്താണ്? ക്ലച്ച് റിലീസ് ആയാൽ മാത്രമേ നമ്മുടെ വണ്ടി നീങ്ങത്തുള്ളൂ. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ ലൈറ്റായിട്ട് ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഒരുപോലെ ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്യണം. ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇപ്പം നിരപ്പായിട്ടുള്ള പ്രതലമാണെങ്കിൽ ചെറിയ ആക്സിലറേഷൻ മതി. കയറ്റമായിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് അവിടെ ആക്സിലറേഷൻ്റെ അളവ് കൂടുതൽ കൊടുക്കേണ്ടി വരും. കാരണം കയറ്റം ആയതുകൊണ്ട് വണ്ടി മൂവ് ആകാനായിട്ടുള്ള ഒരു പവർ നമുക്ക് ആവശ്യമാണ്. എന്നാൽ നിരപ്പത്ത് അത് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ മുന്നോട്ട് ഇതുകൊണ്ട് ചെറുതായിട്ട് കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ ബാലൻസ് ചെയ്ത ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ ഒറ്റയടിക്കല്ല കാലെടുക്കുന്നത്, 1, 2, 3, 4 സെക്കൻഡ് കൊണ്ട് പതുക്കെ കാല് റിലീസ് ചെയ്ത് ഇതുകൊണ്ട് എൻ്റെ വാഹനം ഞാൻ റോഡിലേക്ക് ഇതെടുത്തു. എടുത്ത് ആവറേജ് എൻ്റെ വണ്ടി സേഫായിട്ട് റണ്ണാകാൻ തുടങ്ങി എന്ന് മനസ്സിലാകുന്ന നിമിഷമാണ് ഞാൻ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് പിടി കിട്ടിയോ? അങ്ങനെ നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ നീക്കണം. ഇത് ആദ്യത്തെ നമ്മളുടെ ക്ലച്ചും ആക്സിലറേഷനും ഒരുപോലെ ബാലൻസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു പോയിന്റാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, എൻ്റെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പെഡലിന് മേളിൽ വെക്കുകയാണ്. എന്നിട്ട് വണ്ടിക്ക് ഞാൻ ലൈറ്റ് ഒരു സ്പീഡാക്കി കൊടുക്കുന്നു. ഏകദേശം നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്തൊരു 20 കിലോമീറ്ററിനോട് അടുത്ത്, അതായത് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ശേഷം നമുക്ക് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിച്ച് നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇനി നമുക്ക് ക്ലച്ചും ആക്സിലറേഷനും യൂസ് ചെയ്യേണ്ട മറ്റൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരികയാണ്. എവിടെയാണ്? ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വാഹനം വരുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് കയറ്റത്തോടു കൂടിയ റോഡിലേക്കാണ് കയറേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്കേ വന്ന് ക്ലച്ച്
പൂർണ്ണമായിട്ട് ചവിട്ടി ഞാനിതുണ്ട്, എൻ്റെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നു, എനിക്കിനി റൈറ്റ് സൈഡാണ് തിരിയേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. ആ ഹാഫ് ക്ലച്ച് പോയിന്റ് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ഇപ്പം നമുക്ക് ഇവിടെ നിന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ വണ്ടികളൊക്കെ പോയതിന് ശേഷം ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് തിരിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആക്സിലറേഷൻ ഞാനിതേ മുന്നോട്ട് കൊടുത്ത് ക്ലച്ചേലും ആക്സിലറേഷനും ആയിട്ട് വണ്ടി നീക്കി. എന്നിട്ട് വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് കാലെടുക്കുന്നു. കണ്ടോ? അപ്പോൾ അവിടെ ഒരു ജംഗ്ഷനിൽ ക്ലച്ചിൻ്റെ ആക്സിലറേഷൻ്റെയും ഒരുപോലെയുള്ളൊരു യൂസ് വരുന്നുണ്ട്. വണ്ടി നീങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പൂർണ്ണമായിട്ടും വണ്ടി റണ്ണായി കഴിയുമ്പോഴാണ് ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുന്നമേ വരെ എന്ത് ചെയ്യും, നമ്മൾ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതിയെ കാലയച്ച് വണ്ടിയെ നമ്മൾ പതുക്കെ അനക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. അങ്ങനെ വണ്ടി റണ്ണായി കഴിയുമ്പോൾ, പൂർണ്ണമായിട്ട് റണ്ണായി കഴിയുമ്പോഴാണ് ക്ലച്ചിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും കാല് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇനി നമുക്ക് ഡ്രൈവിങ്ങിൽ വീണ്ടും ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ഒരു വാഹനം കണ്ടു, വളരെ സ്ലോ ചെയ്ത് പോവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. എന്നിട്ടുണ്ട് എൻ്റെ ഇടത്തെ കാല് ജസ്റ്റ് ക്ലച്ചേലും ജസ്റ്റ് വെച്ചേക്കാണ്, ഞാൻ ക്ലച്ച് താങ്ങി കൊടുത്തിട്ടില്ല. ഇനി ഇൻ കേസ് ഇവിടെ മുന്നിൽ പോകുന്ന വാഹനം അങ്ങ് സ്ലോ ആയെന്ന് വെച്ചു. സ്ലോ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുണ്ട് ഇവിടെ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി കൊടുത്തിട്ട് നമ്മൾ ആക്സിലറേഷനിലും ക്ലച്ചിലുമായിട്ട് നമ്മുടെ വണ്ടിയെ നിർത്താനായിട്ട് നോക്കുക. കാരണം മുന്നിൽ പോകുന്ന ഒരു വാഹനം ഇവിടെ ഈ കയറ്റത്ത് ഇപ്പോൾ അനങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ ഇത് മറ്റൊരു ഡ്രൈവിങ്ങിലെ സിറ്റുവേഷനാണ്. ഇതുകൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഞാൻ എൻ്റെ കാല് ഇതുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ക്വിക്കായിട്ട് ആക്സിലറേഷൻ കൊടുത്തു. ആക്സിലറേഷൻ കൊടുത്തിട്ട് എൻ്റെ വണ്ടിയെ ഇതുണ്ട് ക്ലച്ചിൽ നിന്ന് കൊണ്ട് റിലീസ് ചെയ്യുകയും ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്തോണ്ട് എൻ്റെ വണ്ടിയെ ഞാൻ കയറ്റത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലും മാത്രമായിട്ട് ഇതുണ്ട് ഒരു തരി പോലും വണ്ടി ബാക്കിലേക്ക് പോകാതെയും മുന്നോട്ട് നീങ്ങാതെയും വണ്ടിയെ ഞാൻ ഇവിടെ നിർത്തിയേക്കാണ്. ഇത് ക്ലച്ചും ആക്സിലറേഷനും ഒരേപോലെ ബാലൻസ് ചെയ്യേണ്ട ഡ്രൈവിങ്ങിലെ മറ്റൊരു സിറ്റുവേഷനാണ് കയറ്റത്ത്. അപ്പോൾ കയറ്റത്തിന് മുന്നിൽ ഒരു വണ്ടി ഇപ്പോൾ അനങ്ങിയാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിവിടെ ആക്സിലറേഷൻ കുറച്ച് മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഉണ്ടോ ഇതുപോലെ പതിയെ മുന്നോട്ട് നീങ്ങും. വീണ്ടും വണ്ടി സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ പതിയെ ക്ലച്ച് താഴ്ത്തി ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് നമ്മൾ വരികയും ഒപ്പം തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൂടെ മുന്നോട്ട് കൊടുത്ത് വണ്ടിയെ കയറ്റത്ത് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് നിർത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നൂൽ പോയിന്റ് ലെവലിലായിരിക്കും നമ്മളുടെ വാഹനം നിൽക്കുന്നത്. ഫ്രണ്ടിലേക്കും പോകില്ല, ബാക്കിലേക്കും പോകില്ല. ഇത് ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷനാണ്. ഇങ്ങനെ കയറ്റങ്ങളിൽ വാഹനം അനക്കി ക്ലച്ചിലും ആക്സിലറേഷനും നമ്മൾ കൊണ്ടുപോകേണ്ട ഡ്രൈവിങ്ങിലെ മറ്റൊരു സിറ്റുവേഷനാണ് കയറ്റത്ത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇനി ഈ സെയിം സിറ്റുവേഷൻ തന്നെ നമുക്ക് ഡ്രൈവിങ്ങിൽ നിരപ്പത്ത് ചെയ്യേണ്ട സാഹചര്യങ്ങളും ഡ്രൈവിങ്ങിൽ വരും. അതെപ്പോഴാണ്? അത് മുന്നിലായിട്ട് ഒരു ട്രാഫിക്, ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു, മുന്നോട്ട് വരുന്നതിനനുസരിച്ച് മുന്നിലൊരു ട്രാഫിക് ജാം വന്നു. അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടിയെ നിർത്തി. കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഈ സിറ്റുവേഷനിലെല്ലാം നമുക്ക് ഡ്രൈവിങ്ങിൽ ആവശ്യം ഫസ്റ്റ് ഗിയർ ആണ്. ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്ത് വണ്ടി പതിയെ ഓടിക്കേണ്ട ഏതൊരു സിറ്റുവേഷനിലും ആവശ്യം ഏതാണ്, ഫസ്റ്റ് ഗിയർ ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. എന്നിട്ട് ഇതുകൊണ്ടോ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് വണ്ടി നീങ്ങുന്നില്ല. ഇനി ഞാൻ ഈ പോയിന്റിൽ നിന്നൊരു പൊടിക്ക് അയച്ചു കഴിഞ്ഞാൽ നിരപ്പത്ത് വണ്ടി പതിയെ അനങ്ങും. പക്ഷെങ്കിൽ ഞാൻ ക്ലച്ചേ മാത്രം വണ്ടി നീക്കുന്നില്ല. കാരണം അത് നമ്മൾ അങ്ങനെ നീക്കി ശീലിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വണ്ടി എടുത്താലും ക്ലച്ചേ മാത്രമേ നമ്മൾ വണ്ടി എടുക്കത്തുള്ളൂ. അങ്ങനെ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ വണ്ടി ഓഫ് ആകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിനോടൊപ്പം ഹാഫ് ക്ലച്ചിനോടൊപ്പം എന്ത് ചെയ്തു, ഒരു ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്തതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി ഇങ്ങോട്ട് നീങ്ങി. ഇപ്പോൾ ഒരു ട്രാഫിക് ആണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് വീണ്ടും എനിക്ക് എന്ത് ചെയ്യണം, ഈ മുന്നിലൊരു വണ്ടി മുന്നിൽ പോകുന്ന വണ്ടി നിർത്തിയെന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി ബ്രേക്കിലേക്ക് കാല് വന്ന് എൻ്റെ വണ്ടിയെ നിർത്തി. മനസ്സിലായോ? വീണ്ടും നമുക്ക് ക്ലച്ചും ആക്സിലറേഷനും ട്രാഫിക്കിൽ സ്ട്രെയിറ്റ് റോഡിൽ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വീണ്ടും വന്നു. അപ്പോൾ ഹാഫ് ക്ലച്ച് പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്തു. ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ കാലെടുത്ത് മാറ്റുന്നില്ല. ഒരു പൊടിക്കയച്ച് വണ്ടി നീക്കുന്ന ലെവലിലേക്ക് മാത്രം ക്ലച്ചിനെ റിലീസ് ചെയ്തിട്ട് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ പല ആൾക്കാർ എന്ത് ചെയ്യും, വണ്ടി ഒരു ഇത്തിരി അനങ്ങി തുടങ്ങിയെന്ന് തോന്നിയാൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കും. അപ്പോഴാണ് നമ്മുടെ വണ്ടി ജമ്പ് ചെയ്യുന്നത്, ഒരു ചാട്ടം വണ്ടിക്കുള്ളിൽ വരുന്നത്. ആ ചാട്ടം ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ക്ലച്ചിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കാലയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ജസ്റ്റ് ബാലൻസ് ചെയ്ത് പിടിക്കും. അപ്പോൾ ആ പോയിന്റ് വണ്ടി ഓൾറെഡി റൺ ആവുകയും ചെയ്യും. നമ്മൾ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് വണ്ടി സ്മൂത്ത് ആയിട്ട് റൺ ആവും. ആവറേജ് വണ്ടി റണ്ണായെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക.
അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ക്ലച്ചും ആക്സിലറേഷനും എപ്പോഴെവിടെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചു. അതായത് പ്രധാനമായിട്ടും നിങ്ങളുടെ വാഹനം എപ്പോഴൊക്കെ സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരുന്നോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ക്ലച്ചും ആക്സിലറേഷനും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊരു എസ് ടൈപ്പ് പോലെയുള്ള ഒരു നല്ല കർവ്, ഒരു വളവെടുക്കുന്ന സാഹചര്യങ്ങളിൽ, ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് ഒരു കയറ്റത്തോട് കൂടിയ റോഡിലേക്ക് നമ്മൾ തിരിയുന്ന സിറ്റുവേഷനിൽ, അതുപോലെ തന്നെ നമ്മൾ ട്രാഫിക് ജാമിൽ വാഹനം പതുക്കെ ഓടിക്കേണ്ട സിറ്റുവേഷനിൽ, അതുപോലെ തന്നെ നമ്മളൊരു കയറ്റത്തൊരു വാഹനം പതുക്കെ സ്ലോ ചെയ്ത് ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷനിലെല്ലാം നമുക്ക് ക്ലച്ചും ആക്സിലറേഷനും ഒരുപോലെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിലുണ്ട്. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് പഠിക്കാനും പ്രാക്ടീസ് എടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇപ്പം നമ്മളൊരു വാഹനമായിട്ടൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നിലായിട്ടൊരു വാഹനം ഓടിച്ചു പോകുന്ന ഒരു വണ്ടി നിർത്തി നമുക്ക് ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് നമ്മൾ റൈറ്റ് പിടിച്ച് കയറണം. അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമുക്ക് ഈ ക്ലച്ചിൻ്റെ ആക്സിലറേഷൻ്റെ യൂസ് വരും. കാരണം നമ്മൾ അവിടെ ആക്സിലറേഷൻ കൊടുത്ത് മാത്രമല്ല തിരിയുന്നത്, നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റ് പിടിച്ച് വലത് സൈഡിലേക്ക് നമ്മൾ കയറുന്നതിനോടൊപ്പം തന്നെ ക്ലച്ചിനെ ആക്സിലറേഷനെയും ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഈ ടേണുകളൊക്കെ എടുക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് എടുക്കുക. ഇത് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് നൽകുന്നതാണ്. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.